ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒഴിച്ചുകറിയായിട്ടും തയ്യാറാക്കാം, പിന്നെ മെഴുക്കുവരട്ടിയായിട്ട് അങ്ങനെ ഉപയോഗിക്കണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് വെറും 5 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മളിതാ ഇതുപോലത്തെ മത്തങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും പോകുന്ന ഒരു മത്തങ്ങ കഷ്ണം കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നുറുക്കി എടുത്തുകൊണ്ട് വരാം. അപ്പം ചില മത്തങ്ങ റെസിപ്പിയിൽ നമ്മൾ തൊലി കളയാതെയാണ് എടുക്കാറുള്ളത്. പക്ഷെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കൂടിയിട്ട് നുറുക്കരുത്, ഒരുപാട് കനം കുറച്ചും നുറുക്കരുത്. ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി നമ്മളിതാ നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മത്തങ്ങയൊക്കെ വേവാൻ അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഈ മത്തങ്ങ ഒന്ന് വേവിക്കാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കരുത്. കാരണം ഇത് വല്ലാതെ അങ്ങ് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആയി പോകരുത്. അപ്പം മത്തങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ 1 ബൗളോളം ചെറിയ ഉള്ളി നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ട് അതൊന്ന് നീളത്തിലൊന്ന് നുറുക്കിയെടുത്തുകൊണ്ട് വരാം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് കണ്ടില്ലേ, ഉടഞ്ഞാതെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളി നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും വീഡിയോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോവണ്ട. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള കറിയായിരിക്കും ഇത്. നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു മധുരമുള്ള കറിയാണ് ഈ മത്തങ്ങ റെസിപ്പി. അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ 1 ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് വെറും 5 മിനിറ്റ് പോലും ആവശ്യമില്ല. സ്കൂളിൽ പോകുന്നവർക്കും പിന്നെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണോളം മുളക് പൊടിയാണ്. അപ്പം കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ 2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലോട്ട് വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു നാടൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ രുചി നമുക്ക് കഴിച്ച് തന്നെ അറിയണം. അപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നപ്പോൾ ഞാനിതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങയിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറിയൊക്കെ അവിടെ തിളച്ച് വന്നപ്പോൾ ഞാനിതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മൺചട്ടിയിലായതുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും ഒന്ന് കുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ മത്തങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളത്തോടു കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴാണ് കറിവേപ്പിലയുടെ ടേസ്റ്റും ആ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിലോട്ട് പിടിച്ച് നല്ല കുറുകിയ പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിതാ ഇതുപോലെ കുറുകിയ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ മത്തങ്ങ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്